ദൈവം ഹന്നയ്ക്ക് സാമുവേലിനെ മാത്രമല്ല കൊടുത്ത്, ദൈവം ഹന്നയ്ക്ക് 6 മക്കളെ കൊടുത്തു. യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. സാമുവേൽ ജനിച്ചതിന് ശേഷമാണ് 3 പുത്രന്മാരും 2 പുത്രിമാരും കൂടെ ഉണ്ടായത്. അങ്ങനെ 4 പുത്രന്മാരും 2 പുത്രിമാരും 6 മക്കളെ ദൈവം ഹന്നായ്ക്ക് കൊടുത്തു. നിന്റെ ഗർഭപാത്രം അടഞ്ഞുപോയി, നീ മച്ചിയായിരിക്കും അവസാനം വരെ, നീ പ്രാർത്ഥിച്ചിട്ട് എന്തിയെ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ആ വീട്ടിൽ പിള്ളേരെയും കൊണ്ട് ദൈവം നിറച്ചു. ഇന്നിവിടെ കരഞ്ഞ അമ്മ, ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച പിതാവ്, ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നേ. പക്ഷെ കർത്താവ് തന്റെ വരവ് വൈകുന്നെങ്കിൽ ഒന്ന് നീ കുറിച്ചു വെച്ചോ. നിന്ന വീണവർ കുറിച്ചു വെച്ചോ, പരിഹാസം വീണവർ കുറിച്ചു വെച്ചോ. മതിൽക്കെട്ടുകളില്ലാതെ നിന്നെ മാനിക്കുന്നൊരു ദൈവം. പ്രാർത്ഥനയുടെ മറുപടി ചെറുതാത്തില്ല. ഈ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ആരാധിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തോട് കുറച്ച് അടുത്തു വരുമ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകവും ലോകത്തിന്റെ സംവിധാനങ്ങളും ഒരു ദൈവ പൈതലിന് അനുകൂലമല്ല. ആ ദൈവമകൻ ഇതിനെയെല്ലാം വകഞ്ഞു മാറ്റി ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങുമ്പോൾ കുറച്ച് ആയാസപ്പെടേണ്ടി വരും. പക്ഷേ ആയാസപ്പെട്ടെങ്കിലും, ആയാസപ്പെട്ട് പ്രാർത്ഥിച്ചെങ്കിലും, ആയാസപ്പെട്ട് ഉപവസിച്ചെങ്കിലും, ആയാസപ്പെട്ട് ആരാധിച്ചെങ്കിലും നിന്റെ സമയം വരും.